റോമർ 3:23 നമ്മോട് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപം വെറും മോശം പെരുമാറ്റമല്ല, അതൊരു വിശുദ്ധ ദൈവത്തിനെതിരായ മത്സരമാണ്. ദൈവം നീതിമാനായതിനാൽ പാപം ശിക്ഷിക്കപ്പെടണം. ശിക്ഷ മരണമാണ്, ശാരീരികവും ആത്മീയവും നിത്യവുമായ മരണം. യെശയ്യാവ് 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു നമ്മുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്തു. അവൻ്റെ രക്തം വെറുതെ ചൊരിയപ്പെട്ടതല്ല, അതൊരു പൂർണ്ണമായ യാഗമായി അർപ്പിക്കപ്പെട്ടു. യേശുവിലുള്ള വിശ്വാസവും പാപത്തിൽ നിന്നുള്ള അനുതാപവുമാണ് നമുക്ക് ഈ ശുദ്ധീകരണം ലഭിക്കുന്നതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സൽപ്രവൃത്തികൾ കൊണ്ടോ മതപരമായ ആചാരങ്ങൾ കൊണ്ടോ ധാർമ്മിക പെരുമാറ്റം കൊണ്ടോ അല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അനുതപിച്ച് രക്ഷയ്ക്കായി അവനിൽ മാത്രം ആശ്രയിക്കുന്ന ഏതൊരാൾക്കും ഈ ശുദ്ധീകരണം ലഭ്യമാണ്. നിങ്ങൾ ഇന്ന് ക്രിസ്തുവിലേക്ക് വന്ന് കഴുകി ശുദ്ധീകരിക്കപ്പെടുമോ?